KPCC ആസ്ഥാനത്ത് നിന്ന് ഡാൻ കുര്യൻ കൂടി ചേരുന്നുണ്ട്. ഡാൻ, കഴിഞ്ഞ കുറേ ദിവസമായി ആകാംക്ഷയുടെ മുൾമുനയിൽ ആണ് KPCC ആസ്ഥാനം. പല നേതാക്കളുടെയും അനുഭാവികൾ അവിടെ കാത്തിരിക്കുന്നുണ്ട്. ചില ദിവസങ്ങളിൽ KC വേണുഗോപാലാണ്, അതല്ല എങ്കിൽ രമേശ് ചെന്നിത്തലയാണ്, VD സതീശനാണ്. ഇങ്ങനെയുള്ള പേരുകൾ മാറി മറിയുകയാണ്. അപ്പോഴെല്ലാം അതാത് നേതാക്കളുടെ അനുഭാവികളെല്ലാം പ്രതീക്ഷയോടെ KPCC ആസ്ഥാനത്തും പരിസരത്തുമൊക്കെ തമ്പടിക്കുന്നത് കാണാമായിരുന്നു. ഇന്നിപ്പോൾ എന്താണ് സാഹചര്യം? പ്രത്യേകിച്ച് ഹൈക്കമാൻഡ് പ്രതിനിധികൾ ഉൾപ്പെടെ എത്തുന്നു കേരളത്തിലേക്ക് എന്നതാണല്ലോ വിവരം. വൈകിട്ടോടുകൂടി അന്തിമമായൊരു തീരുമാനത്തിലേക്ക് എത്തി. ഇന്ന് തന്നെ കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രി ആരെ എന്നത് സംബന്ധിച്ചൊരു പ്രഖ്യാപനം തീരുമാനത്തിലേക്ക് എത്തും. പ്രഖ്യാപനമുണ്ടാകും, അങ്ങനെ വേണമോ പ്രതീക്ഷിക്കാൻ? കഴിഞ്ഞ 10 ദിവസത്തിലധികമായി ഏറെ പ്രതീക്ഷയോടെ ഇന്ദിരാഭവനിലേക്ക് എത്തുകയും സൂര്യൻ അസ്തമിച്ചു കഴിയുമ്പോൾ നിരാശരായി മടങ്ങുകയും ചെയ്യുന്ന കോൺഗ്രസ് പ്രവർത്തകരായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ VD സതീശനെയും രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലെയും അനുകൂലിക്കുന്ന വലിയൊരു വിഭാഗം പ്രവർത്തകരാണ് കഴിഞ്ഞ 10 ദിവസമായി ഇവിടേക്ക് ഒഴുകിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് അതല്ല സ്ഥിതി. ഇപ്പോൾ അങ്ങനെ പ്രവർത്തകരുടെ ഒഴുക്കല്ല. എയർ ക്യാമ്പിൽ നിന്ന് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഇവിടേക്ക് വിന്യസിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഏത് തരത്തിലായിരിക്കും തുടർ നീക്കങ്ങൾ എന്നതിലാണ് ഇനി ഒരു വ്യക്തത കൈവരാനുള്ളത്. നേരത്തെ അരുൺ സൂചിപ്പിച്ച പോലെ ചാർട്ടർ ഫ്ലൈറ്റിൽ ദീപാദാസ് മുൻഷിയും അജയ് മക്കരും മുകുൾ വാസ്നിക്കും ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് എത്തുമ്പോൾ ആ ചാർട്ടർ ഫ്ലൈറ്റിൽ KC വേണുഗോപാൽ ഉണ്ടാകുമോ എന്ന ആകാംക്ഷയാണ് ഉയരുന്നത്. KC വേണുഗോപാൽ ഉണ്ടെങ്കിൽ അതിന് 2 സാധ്യതകളും കൽപ്പിക്കപ്പെടുകയാണ്. അങ്ങനെ ഉദ്വേഗജനകമായ നിലയിലേക്ക് കോൺഗ്രസ് രാഷ്ട്രീയം മാറുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ. അതിനിടെ അനൌദ്യോഗികമായി ആഘോഷങ്ങൾക്ക് വേണ്ട തയ്യാറെടുപ്പുകളും KC ക്യാമ്പ് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള സൂചനകൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. KC തിരുവനന്തപുരത്തേക്ക് എത്തിയാൽ വിമാനത്താവളം മുതൽ KPCC ആസ്ഥാനം വരെ അദ്ദേഹത്തിന് സ്വീകരണമൊരുക്കാനുള്ള തയ്യാറെടുപ്പുകളാണ് KC ക്യാമ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ മുമ്പെങ്ങും ഇല്ലാത്ത തരത്തിൽ കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആരെ എന്നൊരു ചോദ്യം ആകാംക്ഷയുടെ മുൾമുനയിലേക്ക് ഹൈക്കമാൻഡ് നേതൃത്വത്തിന്റെ ഇടപെടലുകളൊക്കെ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ്. ഇന്നലെ രാത്രി വൈകി വരെ VD സതീശന് അനുകൂലമായ അഭ്യൂഹങ്ങൾ ഏറെ പ്രചരിച്ചുകൊണ്ടേയിരുന്നിരുന്നു. ഹൈക്കമാൻഡിൽ നിന്ന് അദ്ദേഹത്തിന് ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം കുടുംബസമേതം തലസ്ഥാനത്തേക്ക് എത്തുന്നത് എന്ന തരത്തിലേക്ക് വരെ വാർത്തകൾ പരന്നു. പക്ഷേ അതൊക്കെ അസ്ഥാനത്താക്കിക്കൊണ്ടാണ് KC ക്യാമ്പിന്റെ ഇപ്പോഴത്തെ ഇടപെടലുകൾ. അവർ അത്തരത്തിലുള്ള ആത്മവിശ്വാസം ഈ നിമിഷവും പങ്കുവെക്കുന്ന സാഹചര്യമാണ് നിലവിൽ. അതേസമയം ലീഗ് നേതൃത്വമടക്കം കടുത്ത അമർഷത്തിലാണ്. ഇന്നലെ ഉണ്ടായിരുന്ന ഒരു നിലപാടിലല്ല ലീഗ് ഇപ്പോഴുള്ളത്. ലീഗിന് ഇന്നലെ വൈകിട്ടുണ്ടായിരുന്ന ഒരു കോൺഫറൻസ് ലെവലിലല്ല ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വമായി അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഹൈക്കമാൻഡ് എടുക്കുന്ന നിലപാടിനോട് ലീഗിന്റെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്നത് വളരെ ശ്രദ്ധേയമായി മാറുകയാണ്. ഒരുപക്ഷെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ അടക്കം ഇന്ന് പ്രഖ്യാപിച്ചാൽ ലീഗിന്റെ മന്ത്രിമാരെ ഇന്ന് പ്രഖ്യാപിച്ചേക്കുമെന്നുള്ള സൂചനകളൊക്കെ പുറത്തു വരുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് ഈ നാടകീയമായ നീക്കങ്ങൾ ഡൽഹിയിൽ നടക്കുന്നത്. KC വേണുഗോപാലും രാഹുൽ ഗാന്ധിയുമായി നടത്തിയ കൂടിക്കാഴ്ച അനുരഞ്ജനത്തിന് വേണ്ടിയാണോ, അനുനയ നീക്കത്തിന്റെ ഭാഗമായാണോ, അതോ ഹൈക്കമാൻഡിന് മുമ്പിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും താൻ തയ്യാറല്ല എന്ന് ആവർത്തിക്കാനാണോ KC വേണുഗോപാൽ രാഹുൽ ഗാന്ധിയെ കണ്ടത് എന്ന കാര്യത്തിലാണ് ഇനി വ്യക്തത വരാനുള്ളത്. എന്തായാലും ഏവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. 1 മണിക്ക് നടക്കുമെന്ന് അറിയിച്ചിരുന്ന പാർലമെന്ററി പാർട്ടി യോഗമാണ് ഈ കേന്ദ്ര പ്രതിനിധികൾ എത്താൻ താമസിക്കുന്ന മൂലം ഇപ്പോൾ അല്പം കൂടി നീട്ടിവെക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു. യെസ്, തീർച്ചയായും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഡാൻ സൂചിപ്പിക്കുന്ന പോലെ 10 ദിവസം പിന്നിട്ടിരിക്കുന്നു. അപ്പോഴും മുഖ്യമന്ത്രി ആരെയെന്ന് അറിയില്ല. ദേശീയ തലത്തിൽ പോലും ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യം ആണ് ഉള്ളത് എന്നതാണ് എടുത്തു പറയേണ്ടത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും ഈ തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തി എന്നതാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ ഓരോ ദിവസവും ഓരോ മുഖ്യമന്ത്രിമാർ എന്ന അവസ്ഥയാണ് എന്ന പരാമർശം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടാക്കുമ്പോൾ, പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടാക്കുമ്പോൾ അത് സ്വാഭാവികമായും ദേശീയ രാഷ്ട്രീയത്തിൽ പോലും ഇത്രയും മെജോറിറ്റി നേടിയിട്ട് പോലും ഒരു മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ പറ്റാതെ പോകുന്നു കോൺഗ്രസിന് എന്ന വിമർശനം ആണ് ഉയരുന്നത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം തമിഴ്നാട്ടിൽ നിന്ന് അത്തരത്തിൽ ഒരു വിമർശനം അല്ലെങ്കിൽ ട്രോൾ തന്നെ ഉണ്ടായി കേരളത്തെ സംബന്ധിച്ച് എന്നതാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടി നിലനിൽക്കുന്നു. ഇത്രയധികം മെജോറിറ്റി ലഭിച്ചിട്ട് ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്ത കോൺഗ്രസിനെ ഇനി അധികാരത്തിൽ വരുമ്പോൾ എന്തെല്ലാം വിഷയങ്ങളിൽ സ്ട്രോങ് ആയ ഡിസിഷൻ എടുക്കേണ്ട പൊളിറ്റിക്കൽ പാർട്ടിയാണത്, അത് എടുക്കുന്നതിൽ പരാജയപ്പെട്ടു പോകും എന്ന തരത്തിലൊക്കെയുള്ള പ്രചാരണം ശക്തമാവുകയാണ്. അപ്പോൾ അതിനു മുമ്പ് അതിനൊക്കെ തടയിടേണ്ട ആവശ്യം കൂടിയുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.